മുകളിലത്തെ നിലയിൽ സിറ്റൗട്ടിൻ്റെ ഒരു ചെറിയ ഹാൻഡ് റെയിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ 2 ഭിത്തി ടു ഭിത്തിയാണ് വരുന്നത്. ഇവിടെ നേരെ ഭിത്തിയിലേക്കാണ് 2 ഭിത്തിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ സൈഡിൽ നമ്മൾ കമ്പി അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കോൺക്രീറ്റിൻ്റെ ഫില്ലറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 സ്ഥലത്തേക്കും ഒരു 3 കമ്പി വീതം വെച്ചിട്ട് വെൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 1 ഇഞ്ചിൻ്റെ കാല് വരുന്നത് 4 കാലാണ് വരുന്നത്. അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. ടോപ്പ് വരുന്നത് 1.5 സ്ക്വയർ പൈപ്പാണ്. 304 ആണ് മെറ്റീരിയൽ വരുന്നത്. മഴയൊക്കെ നനയുന്ന പുറത്തുള്ള ഭാഗമായതുകൊണ്ട് 304 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ക്രോസ് ആയിട്ട് 3 ലൈനും കൂടെയാണ് വരുന്നത്. കറണ്ടിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് ലേറ്റായിട്ടാണ് വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള വർക്കാണ്. സിറ്റൗട്ടിൽ ഇപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ വളരെ കുറവാണ് വരുന്നത്. കൂടുതലും ഗ്ലാസിൻ്റെ വർക്കുകളൊക്കെയാണ് വരുന്നത്. 4 ലൈൻ നമ്മൾ 5/8 കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുള്ള് ഒന്ന് ഫിനിഷാക്കുകയാണ് ചെയ്യുന്നത് വീലിട്ടിട്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്ക് വളരെ കുറവാണ്. ഹാൻഡ് റെയിലും സിറ്റൗട്ടൊക്കെ വരുന്നതൊക്കെ സാധാ GP പൈപ്പിലൊക്കെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. സിമ്പിളായിട്ടുള്ള മോഡലാണ്. 3 ലൈൻ ആദ്യം അടിഭാഗത്തൊരു കല്ല് കെട്ടിയിട്ടൊരു ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3 ലൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. സാധാരണ കൊടുക്കുന്ന ഹൈറ്റ് തന്നെ ആയിട്ടുണ്ട്. ബേസും കാര്യങ്ങളൊക്കെ സിമെൻറ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ള് തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ടോട്ടലുള്ള ഒരു വ്യൂ. പുറത്ത് മുറ്റത്ത് ഷീറ്റ് ഇട്ടതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പെട്ടെന്ന് കാണില്ല. കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ മാത്രമേ അത് ശ്രദ്ധയപ്പെടുന്നുള്ളൂ. ഇതാണ് പുറത്തുനിന്നുള്ള ഒരു വ്യൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.